എവരിവൺ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലറായ ഒരു വീഡിയോയ്ക്ക് ശേഷം അനേകം പേരാണ് ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷനെ പറ്റി അറിയാൻ വേണ്ടി നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ അതാണ് റീജനറേറ്റീവ് ഓർത്തോപീഡിക്സിന്റെ അടിയിൽ വരുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി. അത് മുട്ടുവേദനയ്ക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്, യൂഷ്വലി കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതും അതെങ്ങനെയാണ് പൂർണ്ണമായിട്ടും നടക്കുന്നത് എന്നുള്ളത് ഒരു വാക്ക് ത്രൂ പോലെ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂഷ്വലി പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ മുട്ടുവേദനയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 50 വയസ്സിന് മേളിലുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വരുന്നു എന്നിരിക്കട്ടെ, എന്നിട്ട് പറയുന്നു സിവിയർ മുട്ടുവേദനയാണ്. അപ്പോൾ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് മുട്ടുവേദനയാണല്ലേ, ഏത് ഭാഗത്താണ് വേദന? അപ്പോൾ നിരപ്പായ വഴിക്കിടെ നടക്കുമ്പോൾ വേദനയുണ്ടോ, അത് സ്റ്റെപ്പ് കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ആണോ വേദന ഉള്ളതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മിക്കവാറും അവർ നമ്മളോട് പറയും, സ്റ്റെപ്പ് കയറുമ്പോൾ ഇറങ്ങുമ്പോഴായിരുന്നു നേരത്തെ വേദന, പക്ഷെ ഇപ്പോൾ നേരെ നടക്കുമ്പോഴേ വേദന വരിക എന്നുള്ളതാണ്. അപ്പോൾ ഓസ്റ്റോ ആർത്രൈറ്റിസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിന് 4 ഗ്രേഡുകളെ പറ്റി 1, 2, 3, 4 എന്നുള്ള ഗ്രേഡുകളെ പറ്റി നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. യൂഷ്വലി ഗ്രേഡ് 1ലും 2ലും വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ റീജനറേറ്റീവ് തെറാപ്പി. അതായത് ഓർത്തോപീഡിക്സിലെ റീജനറേറ്റീവ് തെറാപ്പി ഫോർ നീ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ബ്ലഡ് എടുത്തതിന് ശേഷം അത് പ്രോസസ്സ് ചെയ്ത് തിരിച്ച് മുട്ടിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് തെറാപ്പി. അതാണ് റീജനറേറ്റീവ് തെറാപ്പി ഫോർ നീ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആദ്യം ഹിസ്റ്ററി ചോദിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ആ പേഷ്യന്റിനെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കണം, പരിശോധിച്ച് നോക്കുക. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ ബേസിക്കലി നോക്കുന്നത് എവിടെ തൊടുമ്പോഴാണോ വേദന എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ വേദന എവിടെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആളുടെ റേഞ്ച് ഓഫ് മോഷൻ എങ്ങനെയുണ്ട്, മൂവ്മെന്റ് കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നമ്മൾ അസസ് ചെയ്യും. അതുപോലെ തന്നെ വളവ്, വാരസ് ഡിഫോമിറ്റിയോ വാൽഗസ് ഡിഫോമിറ്റിയോ ആൾക്കുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു ഡയഗ്നോസിസിലേക്ക് എത്തും. നമുക്ക് മനസ്സിലായി ഈ പേഷ്യന്റിന് ഓസ്റ്റോ ആർത്രൈറ്റിസ്, അതായത് തേയ്മാനത്തിന്റെ ഭാഗമായിട്ടുള്ള മുട്ടുവേദനയാണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് 4 ഗ്രേഡുകളുണ്ട് ഓസ്റ്റോ ആർത്രൈറ്റിസിന്. അപ്പൊ ആദ്യത്തെ 2 ഗ്രേഡുകളിൽ തുടർന്നുള്ള ഗ്രേഡുകളിൽ കൊടുക്കാം, പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ആദ്യത്തെ 2 ഗ്രേഡുകളിലാണ് കൊടുക്കാൻ പറ്റിയ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ഈ റീജനറേറ്റീവ് ഓർത്തോപെഡിക്സിൽ അടിയിൽ വരുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നുള്ളത്. അപ്പോൾ ഒരു പേഷ്യന്റ് നമ്മൾ അതിന് ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓപ്ഷൻ നമ്മൾ വെക്കും, ഓക്കെ ഈ പേഷ്യന്റിന് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എടുക്കാമെന്നുള്ളത്. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം പേഷ്യന്റ് വരും. ഇത് ഏകദേശം ഒരു 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു 14 ml ബ്ലഡ് നമ്മൾ സ്വീകരിക്കും. അപ്പോൾ അത് വാക്യൂട്ടൈനർ വെച്ചിട്ട് ആ ബ്ലഡ് സ്റ്റെറൈലായിട്ട് തന്നെ എടുക്കും. അപ്പോൾ അത് എടുത്തതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ അത് ഒരു സെൻട്രിഫ്യൂജ് മെഷീനിലേക്ക് വെച്ചിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യും. അതിൻ്റെ RPM കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സെൻട്രിഫ്യൂജ് ചെയ്യും. അപ്പോൾ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ കണ്ടെയ്നറിനകത്ത് ആക്ച്വലി ഒരു ജെൽ ഫോം ഉണ്ടാവും. ജെൽ ഫോം അത് സ്റ്റെറൈലായിട്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ജെൽ ഫോം. ആ ജെൽ ഫോമിൻ്റെ അടിയിലേക്ക് RBC എന്നുള്ള കമ്പണന്റ് പോകും. മേളിലേക്ക് പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മ വരികയാണ്. അപ്പൊ നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ആ ട്യൂബിൽ നിന്ന് വേറൊരു ട്യൂബിലേക്ക് ഈ പ്ലാസ്മ മാത്രം മാറ്റും. പക്ഷെ ഇപ്പോഴും അതിന്റെ കമ്പണന്റിൽ വരുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയുണ്ട്, പ്ലേറ്റ്ലെറ്റ് പുവർ പ്ലാസ്മയുണ്ട്. അടുത്ത സ്റ്റെപ്പ് ഒന്നും കൂടി നമ്മൾ ആ മെഷീന്റെ അകത്ത് വെച്ചിട്ട് അത് സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനുശേഷം ഒരു 2 മിനിറ്റോളം നമ്മൾ സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് മുകളിൽ കിട്ടുന്നത് പ്ലേറ്റ്ലെറ്റ് പുവർ പ്ലാസ്മയും താഴെ കിട്ടുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയുമായി മാറും. അപ്പൊ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആ പ്ലാസ്മ, അതായത് പ്ലേറ്റ്ലെറ്റ് ധാരാളമുള്ള പ്ലാസ്മ മുട്ടിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അപ്പൊ ഇതാണ് ബേസിക്കലി പ്ലേറ്റ്ലെറ്റ് റിച്ച് തെറാപ്പി അല്ലെങ്കിൽ റീജനറേറ്റീവ് ഓർത്തോപെഡിക്സ് ഫോർ നീ എന്നുള്ളതിന് വരുന്നത്. അപ്പൊ ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമുക്ക് ബാക്കിയുള്ള ടെന്നീസ് എൽബോയ്ക്ക് കൊടുക്കാം, അതുപോലെ തന്നെ അക്കിലസ് ടെൻഡിനൈറ്റിസിന് കൊടുക്കാം. അങ്ങനെ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് വേറെ വെളിയിൽ നിന്ന് ഒരു മരുന്നോ അല്ലെങ്കിൽ കമ്പണന്റോ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇത് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് വേർതിരിച്ചെടുക്കുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുക്കുകയും എന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് റീജനറേറ്റീവ് ഓർത്തോപെഡിക്സ് ഫോർ ഓസ്റ്റോ ആർത്രൈറ്റിസ് നീ.
അപ്പൊ തീർച്ചയായും ഇപ്പൊ വളരെ ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം.